ഹെയറിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ട്? യുവർ ഹെയർ ഈസ് ബ്രേക്കിംഗ്, തിന്നിങ്, നോട്ട് ഗ്രോയിങ്. കാരണം എന്താണെന്നറിയാം? ഹായ് എവരിവൺ, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹെയർ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് നമ്മുടെ ഹെയർ വീക്ക് ആയി പോകുന്നത് അതിനൊക്കെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഹെയറിൽ എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ കണ്ടെത്തി യൂസ് ചെയ്യണം, അല്ലെ? ഇപ്പൊ നമ്മുടെ സ്കാൽപ്പ് സെറ്റ് ആണ്, അതല്ലെങ്കിൽ നമുക്ക് ഫ്രിസി ഹെയർ ആണ് മാറ്റേണ്ടത്. സോ അതിന് ബേസ് ചെയ്തുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഹെയറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി, അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ഹെയർ മിക്സ് ചെയ്യുന്നത് സ്കാൽപ്പ് ആണോ, പ്രോട്ടീൻ ആണോ, അല്ലെങ്കിൽ മോയ്സ്ചർ ആണോ, നമുക്കത് കണ്ടെത്തണം. എന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം കാണണം. ആക്ച്വലി നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് നമ്മളോട് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ ഹെയർ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കുറെ സയൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ഹെയർ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന്. ആക്ച്വലി നമ്മുടെ ഹെയർ ഹെൽത്തി ആണോ എന്ന് കാണിക്കുന്ന കുറച്ച് സയൻസ് ഞാൻ പറയാം. നിങ്ങളുടെ ഹെയറിൽ ഇങ്ങനെ സയൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങളുടെ ഹെയർ വളരെ ഹെൽത്തി ആണ്. സോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഹെയർ സ്മൂത്ത് ആണ്. ദെൻ നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആണ്. സ്മൂത്ത് എന്ന് പറയുന്ന സമയത്ത് അത് ഉള്ളിലായ്മയല്ല കേട്ടോ, നല്ല തിക്നെസ്സിൽ നിങ്ങളുടെ ഹെയർ സ്മൂത്ത് ആണോ, ദെൻ ഇറ്റ്സ് ഹെൽത്തി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ലൊരു ഷൈനിങ് ഉണ്ട്. അതായത് നമ്മൾ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതെ തന്നെ ഒരു നാച്ചുറൽ ഷൈനിങ് നമ്മുടെ ഹെയറിന് കിട്ടുന്നുണ്ടോ, അല്ല നമ്മുടെ ഹെയർ നമുക്ക് അങ്ങനെ ഒരു സിംറ്റം കാണിക്കുന്നുണ്ടോ, ദെൻ അവർ ഹെയർ ഈസ് ഹെൽത്തി. അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ കോമ്പ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഹെയറിന്റെ ബ്രേക്കേജസ് കുറവാണോ, ദെൻ നമ്മുടെ ഹെയർ ഭയങ്കര ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല, പക്ഷെ നമ്മുടെ ഹെയർ എലാസ്റ്റിക് പോലെ കുറച്ച് വലിഞ്ഞിട്ട് സ്ട്രെച്ചബിൾ ആക്കുന്ന രീതിക്ക് നമ്മുടെ ഹെയർ നമുക്ക് ഒരു സിംറ്റം കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഹെൽത്തിയാണ്. സ്ട്രെച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹെയർ നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ച് ആയിട്ടുണ്ടെങ്കിലും അവിടെ ബ്രേക്കേജ് വരത്തില്ല. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഹെയർ ഹെൽത്തി ആവുക. ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ ഹെൽത്തി ആണ് എന്ന് നമുക്ക് ഹെയർ കാണിക്കുന്ന കുറച്ച് സയൻസ് എന്ന് പറയുന്നത്. ഹെൽത്തി ഹെയർ പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ അൺഹെൽത്തി വേയും കാണട്ടെ. അൺഹെൽത്തി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിരിക്കുക, അത് ഒരു അൺഹെൽത്തി ഹെയറിന്റെ സിംറ്റം ആണ്. ഫ്രിസി ഹെയർ എന്ന് പറയുന്ന സമയത്ത് ചിലർക്ക് അത് നമുക്ക് ജനറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കേജസ് കൂടുതലായിരിക്കും. ആ ഒരു ബ്രേക്കേജിന്റെ അടുത്തെത്തുന്നവരെ ഫ്രിസിനെസ് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിന്റെ അൺഹെൽത്തി ഹെയർ എന്ന് പറയാം. ലൈക്ക് ബ്രൂം പോലെയൊക്കെ നമുക്കൊരു ഫ്രിസിനെസ് വന്നിട്ടുണ്ട്, ഡ്രൈനെസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. കൂടുതലായിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അൺഹെൽത്തി ആണ്. കൂടുതലായിട്ട് ബ്രേക്കേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അൺഹെൽത്തി ആണ്. പിന്നെ നമ്മുടെ മുടിയുടെ അറ്റത്ത് സ്പ്ലിറ്റഡ്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ മുടി അൺഹെൽത്തി ആണ്. പക്ഷെ ഈ നമ്മുടെ ഹെയർ അൺഹെൽത്തി ആണ് എന്ന് നമ്മുടെ ഹെയർ നമുക്ക് തരുന്ന സിംറ്റംസ് ആണ്. അതായത് നമ്മൾ അതിനെ രക്ഷിക്കേണ്ട സമയം എന്ന് പറയാം, അല്ലെ? അപ്പം അത് സ്പ്ലിറ്റേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അത് ഒരു റെഗുലർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഓയിൽ ഇൻസേർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതുമല്ല ബ്രേക്കേജസ് ഉണ്ടെങ്കിൽ നമുക്ക് മുടി പർട്ടിക്കുലർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പ്രൈസ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിന്റെ ബേസിലുള്ള ഫുഡ് ഐറ്റംസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടോ എന്റെ ആരോഗ്യം കുറച്ച് വീക്ക് ആയിട്ടുണ്ട് എന്ന് നമ്മുടെ ഹെയർ നമുക്ക് തരുന്ന സിംറ്റംസ് ആണ്. സോ നമുക്ക് നമ്മുടെ ഹെയർ അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യാം, അതും വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെസ് ടെസ്റ്റ് ആണ്. നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് മനസ്സിലാക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഇതിന് ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയും. ഞാൻ വേണം ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ കൂടി നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. അതായത് നമ്മുടെ ഹെയർ നമ്മൾ കെട്ടിയതിനു ശേഷം നമ്മൾ കെട്ടിയിട്ട് നമ്മുടെ ഹെയർ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. മെയിൻലി പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. അങ്ങനെ നമ്മൾ കെട്ടിയിട്ട്, അതായത് വെറ്റ് ഹെയർ ആട്ടോ, നോർമൽ ഹെയർ അല്ല, വെറ്റ് ഹെയർ നമ്മളൊരു കെട്ടിയിട്ട് വലിച്ചിട്ട് അത് ബ്രേക്ക് ആയി പോവുകയാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാണ്ട് തന്നെ നമ്മുടെ ഹെയർ നമ്മൾ എന്ത് ചെയ്യാം, നോർമൽ ഹെയർ സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്തതിനു ശേഷം ഈ ഹെയർ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഒരു കൈ ലൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിന്റെ പണ്ടത്തെ അതേ കണ്ടീഷനിലേക്ക് ആവുന്നുണ്ടോ നോക്കുക. അതായത് സ്ട്രെച്ച് ചെയ്യുക. അത് നമ്മളെ പണ്ടത്തെ എന്റെ കേളി ഹെയർ ആയതുകൊണ്ട് കേളി പറയാം, എന്റെ അതേ കേളി ഹെയറിലേക്ക് തന്നെ റിട്ടേൺ വരുന്നുണ്ടോ, അതല്ലാണ്ട് അത് അതുപോലെ തന്നെ നിൽക്കുവാണോ നോക്കാം. അതുപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഹെയറിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്, അല്ലെങ്കിൽ ഓയിൽ ഇൻടേക്ക് എടുക്കണം, അങ്ങനത്തെയൊക്കെയാണ് അർത്ഥം. അതല്ല നമ്മളെ മറ്റേ കേളി ഹെയറിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹെയറിന്റെ സ്ട്രെച്ചബിലിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി പക്കയാണ്. രണ്ടാമത്തെ ചെക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യ ചെക്ക് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. രണ്ടാമത്തെ ചെക്ക് എന്ന് പറയുന്നത് ഡ്രൈനസ് ചെക്ക് ആണ്. ഡ്രൈനസ് ചെക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്ര തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒരു പിന്നെയും മുടി റഫ് ആയിരിക്കുക, ഫ്രിസി ആയിരിക്കുക. ഇതൊക്കെയാണ് ഡ്രൈനസ് ചെക്കിന്റെ നമ്മൾ എത്ര ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹെയറിൽ എന്തെയില്ല, അത് ഒരിക്കലും അബ്സോർബ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ശതമാനം പോലും കാണിക്കാതെ നമ്മുടെ ഹെയർ, അതായത് അളവിൽ കൂടുതൽ കാണിച്ചിട്ട് ഭയങ്കര എണ്ണമെഴുക്കായിട്ട് നെറ്റിയിലൂടെ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന രീതിക്കല്ല കേട്ടോ. ഒരു ഹെയറിന് ആവശ്യമായ അളവിൽ നമ്മൾ ഓയിൽ കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ഫ്രിസി ആയിരിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഹെയർ ഡ്രൈ ഹെയർ ആണെന്ന് നമ്മൾ ഉറപ്പിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ നമുക്ക് ഫ്രിസിനെസ് തീരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിലും നമ്മുടെ ഹെയറിൽ ഡ്രൈനെസ് ചെക്ക് നമ്മൾ
പോസിറ്റീവ് ആണ്. അതായത് ഡ്രൈനെസ് ഒക്കെ പോസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹെയർ അൺഹെൽത്തി ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെയറിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹെയറിൽ മോയ്സ്ചർ കുറവാണ്. സോ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക. അതായത് നമ്മൾ സ്കാൽപ്പ് ഹെയർ ഒക്കെ മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മുടെ ഹെയറിൽ ഡ്രൈ ആയിരിക്കുന്ന ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൽ മോയ്സ്ചർ വളരെ കുറവാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത് ചെറുതല്ല, വലിയ കാര്യമാണ് സ്കാൽപ് ചെക്ക് എന്ന് പറയും. സ്കാൽപ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ റൂട്ട് തുടങ്ങുന്നത് എവിടുന്ന, സ്കാൽപ്പ് എന്നാണ്. സോ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ഹെയർ ഹെൽത്തിനെ അത് ബാധിക്കും. സോ നമ്മൾ സ്കാൽപ്പ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പറയാന്ന് പറയുന്ന സമയം നമുക്ക് തലയില് നമ്മൾ ഡെയിലി വാഷ് ചെയ്തിട്ടും നമുക്ക് ഡാൻഡ്രഫ് ഇല്ല എങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഭയങ്കര ഇച്ചിങ് ഫീൽ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓയിൽ കണ്ടന്റ്, നമ്മൾ ഓയിൽ ഇട്ട് ഷാമ്പു വാഷ് ചെയ്തതിനു ശേഷം നമ്മളെ സ്കാൽപ്പിൽ കൂടുതലായിട്ട് ഓയിൽ കണ്ടന്റ് കാണുവാണെങ്കിൽ ഒക്കെ നമ്മുടെ സ്കാൽപ്പ് വീക്ക് ആണെന്നാണ് അത് നമുക്ക് ഹിന്റ് തരുവാണ്, നമ്മുടെ സ്കാൽപ്പ് വീക്ക് ആണെന്ന്. സോ അതിനനുസരിച്ചുള്ള ഇൻടേക്കുകൾ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഡാൻഡ്രഫ് കളയാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് വല്ലാണ്ട് വീക്ക് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ഹെയർ സ്ട്രക്ചറിനെ അത് വല്ലാണ്ട് ബാധിക്കും കേട്ടോ. ആൻഡ് ഇതൊക്കെ ഞാൻ കാരണങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും കൂടി ഞാൻ പറയാം. ചെറിയ ഷോർട്ട് ആയിട്ട് പറഞ്ഞു, കാരണം നമ്മുടെ ബാക്കിയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രെച്ച് ടെസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ആണ് കുറവ്. പ്രോട്ടീൻ കുറവുള്ള എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പരിപ്പ് കഴിക്കുക, അല്ലെങ്കിൽ മുട്ട കഴിക്കുക, അല്ലെങ്കിൽ പനീർ കഴിക്കാം. അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പ്രോട്ടീൻ ബേസ്ഡ് ഹെയർ മാസ്കുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വീക്ക്ലി വൺസ് നിങ്ങൾ പ്രോട്ടീൻ ബേസ്ഡ് ഹെയർ മാസ്കുകളും അപ്ലൈ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെയറിൽ അത്രയും പ്രോട്ടീൻ കണ്ടന്റ്, പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഡെഫിഷ്യന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഴിച്ചാൽ മാത്രം പോലെ പുറമേ കൂടി അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ ഞാൻ ഒന്നും കൂടി പറയാം, ഹെയർ ബ്രേക്കേജ് ഉള്ളവര്, കൂടുതലായിട്ട് ഹെയർ ഫോൾ കാണപ്പെടുന്ന ആൾക്കാര്, പിന്നെ അതുപോലെ തന്നെ സ്ട്രെച്ച് ടെസ്റ്റിൽ ഫെയിൽ ആയിരിക്കുന്നവർ. ഓവർ പ്രോട്ടീൻ ഓൾസോ ഡേഞ്ചറസ് ആണ്. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാം അറിഞ്ഞ് ചെയ്യാം. അപ്പം ഇപ്പം നിങ്ങള് ഒരു ഊഹം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, എന്റെ ഹെയറിൽ കൂടുതൽ ഹെയർ ഫോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രോട്ടീൻ കുറവായിരിക്കും, ഞാൻ അതുകൊണ്ട് കുറെ പ്രോട്ടീൻ കഴിക്കുക, കുറെ മുട്ട കഴിക്കുക, കുറെ പരിപ്പ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ലതല്ല. അതായത് എല്ലാം അതിന്റെ അളവ്, അധികമായ അമൃതവും വിഷം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഡ്രൈ ഹെയർ അല്ലെങ്കിൽ ഫ്രിസി ഹെയർ ആയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അലോവേര ജെല്ല്. അത് ഭയങ്കര നല്ലതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. കാരണം എന്റെ മുടി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത് ഫ്രിസി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ്. ഞാനിപ്പോ എന്റെ മുടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലത്, ഞാൻ കണ്ടീഷനിങ്ങിലും പോകുന്നില്ല. കണ്ടീഷനിങ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടീഷനിങ് യൂസ് ചെയ്യാം. കണ്ടീഷണേഴ്സ്, നല്ല കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടീഷണർ എടുക്കുന്ന ആളല്ല. അപ്പം കണ്ടീഷണർ എടുക്കേണ്ട ആൾക്കാർ കണ്ടീഷണർ എടുക്കാം. ഞാനൊരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് യൂസ് ചെയ്തത് അലോവേര ജെല്ലാണ്. ഇറ്റ്സ് സോ ഗുഡ്. നമ്മുടെ ഹെൽത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ആംല അലോവേര ജ്യൂസ് നമ്മൾ രാവിലെ കഴിക്കുന്നതാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, വാട്ടർ ഇൻടേക്ക് കൂട്ടുക, അല്ലെങ്കിൽ കുക്കുംബർ, വാട്ടർ മെലൺ, വാട്ടർ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിന്റെ നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കുക. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡ്രൈ ഹെയറിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഹെയർ ഫോൾ ഫ്രം ദ റൂട്ട്, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടുള്ളത് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മെയിൻ പ്രോബ്ലം സ്കാൽപ്പാണ്. സോ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, സ്കാൽപ്പിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പരിഹാരം കാണണം. കാരണം ഹെയറിന്റെ റൂട്ട് ഇരിക്കുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അത് പെട്ടെന്ന് പരിഹരിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹോം റെമഡീസ് എന്ന് പറയുന്നത് റോസ്മേരി വാട്ടർ പറ്റുവാണെങ്കിൽ റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പേഴ്സണലി റോസ്മേരി വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതല്ലാത്തവർക്ക് ഒണിയൻ വാട്ടർ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എനിക്കറിയാവുന്ന എന്റെ കസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒണിയൻ വാട്ടർ ഉപയോഗിക്കേണ്ടവർക്ക് ഒണിയൻ വാട്ടർ ഉപയോഗിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പിൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുളിക്കാതെ തന്നെ ഡെയിലി ഡേയ്സ് തന്നെ കുളിക്കാം. കാരണം ഇതൊക്കെ ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞോളൂ. കാരണം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണണം. പിന്നെ നിങ്ങളുടെ ഹെയറിൽ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇത് ഞാനിപ്പോ എക്സ്ട്രാ ആയിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അത് മിസ്റ്റേക്ക് ആണ്. ഞാൻ കുറച്ച് ആൾക്കാർക്ക് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും മറ്റുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് മുടിയിൽ കണ്ടീഷനിങ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടീഷണർ മാത്രമേ നമ്മുടെ ഹെയറിന് ഒരു കണ്ടീഷനിങ് ചെയ്യൂ അല്ലെങ്കിൽ തരൂ എന്ന് നിങ്ങൾ പറയരുത്. നമ്മളെക്കാൾ മുന്നേ ജീവിച്ചിരുന്നവരും ഹെയർ നല്ല രീതിക്ക് ഹെൽത്തി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടോ ഒരു ഒന്നും ആയിരുന്നില്ല. നാച്ചുറലി തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ അലോവേര പോലെ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. അതല്ലാതെ കണ്ടീഷണറേ ഇല്ലാണ്ടിരിക്കരുത്. കെമിക്കൽ കണ്ടീഷണർ എന്ന രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ കണ്ടീഷണർ ആണെങ്കിൽ യൂസ് ചെയ്യാം. മസ്റ്റ് ആയിട്ട് ഹെയർ കണ്ടീഷനിങ് ആയിരിക്കണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പുവരുത്താം.
പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ ഒരു വർഷം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ. ഞാൻ അതിൽ പെടുന്നില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന കുറെ ട്രെൻഡ് കാര്യങ്ങളുണ്ടല്ലോ. ആ ട്രെൻഡിനൊപ്പം ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെയർ അത് അഡ്ജസ്റ്റബിൾ ആണോ, ഹെയറിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആ ട്രെൻഡ് ഫോളോ ചെയ്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ അതിന് റിയാക്ട് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കിട്ടുക. സോ നിങ്ങളെ ഹെയറിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. സോ ട്രെൻഡിനൊപ്പം പോണ സമയത്ത് നിങ്ങളെ ഹെയറിന് അത് വേണ്ട ട്രെൻഡ് ആണോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യും. ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹെയറിനെ ബേസ് ചെയ്ത് വലിയ കൺസേൺ ആവുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സ് ഒക്കെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഫുഡ് ഇൻടേക്കിന്റെ വീഡിയോയും ഡ്രിങ്കിന്റെ വീഡിയോ ഇട്ട സമയത്താണ് കൂടുതലായിട്ട് സംശയങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മളുടെ ഈ 2026 റെസൊല്യൂഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഓരോന്നിന്റെയും നമ്മൾ ഘട്ടം ബൈ ഘട്ടം, അതായത് ഇപ്പൊ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് സെറ്റ് ആക്കി എടുക്കാം. നമ്മുടെ ഹെയറിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ന്യൂട്രീഷൻ ടിപ്സിന്റെ വീഡിയോ ആണ് നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരുന്നത്. അത് ഞാൻ ആദ്യമേ പറയാണ്, ഒരു 15 എപ്പിസോഡ് വീഡിയോ ആയിരിക്കും. നമുക്ക് ഹെയറിന് ആവശ്യമുള്ള A to Z ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓരോന്നിന്റെയും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസും പിന്നെ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങളും ഞാൻ പേഴ്സണലി ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയാം, എന്നോട് പേഴ്സണലി ചോദിക്കാത്ത ആൾക്കാർക്കും സംശയങ്ങൾ ഉണ്ടാവും. സോ നമുക്കത് ഘട്ടം ഘട്ടമായി തന്നെ തീർക്കണം. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയുന്ന സമയത്ത് അവിയൽ പരുവാകുന്നുണ്ട്. അപ്പൊ അവിയൽ പരുവ് നിർത്തിയിട്ട് ക്യാരറ്റ് എന്താണ്, ബീട്രൂട്ട് എന്താണ്, ആംല എന്താണ് എന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം. ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫുഡ് ഐറ്റംസ്, അതിന്റെ ഡയറ്റ് പ്ലാൻസ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അപ്കമിംഗ് വീഡിയോസ് ഉണ്ടാവുക. 15 എപ്പിസോഡ് വീഡിയോ ആണ്. നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.